അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇത് ഫെബ്രുവരി 14 ആദ്യം തന്നെ എല്ലാവർക്കും ഒരു നല്ല വാലന്റൈൻസ് ഡേ വിഷസ് നേരുന്നു പൊളിക്ക്. അപ്പോൾ നമുക്ക് ഇന്നലെ കറുകച്ചാലിൽ ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു കൊറിയർ സർവീസ് സെൻ്ററിൽ നിന്ന്. അപ്പോൾ നമുക്കും എന്തോ ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഗിഫ്റ്റ് എനിക്ക് നിങ്ങളെ കാണിക്കണം, അല്ലാതെ അന്നുള്ള ചില പരിപാടികൾ വേറെ ഉണ്ട്. അപ്പം വീഡിയോ ത്രൂ ഔട്ട് കൂടെയാണ് ആ ഗിഫ്റ്റ് ആദ്യം കാണുന്നത് നിങ്ങളായിരിക്കും കേട്ടോ. അപ്പൊ എന്തായാലും കറുകച്ചാല വരെ പോകുന്നതല്ലേ, അപ്പൊ പോകുന്ന വഴിക്ക് ഈ ഗ്യാസ് സിലിണ്ടർ നമ്മുടെ അച്ഛൻ്റെ ഡേ കെയറിൽ കൊടുത്തേക്കാൻ പറഞ്ഞുകൊണ്ട് പപ്പ. അപ്പൊ ഞാൻ എന്തായാലും പോകുന്നതല്ലേ, ഇത് അങ്ങോട്ടൊന്ന് വെച്ചേക്കാം. എന്നിട്ട് നമുക്ക് നേരെ നമ്മുടെ സ്വന്തം പ്രൊഫഷണൽ കൊറിയർ സർവീസ് സെന്ററിൽ പോയിട്ട് നമുക്ക് വേണ്ടിയുള്ള ആ ഗിഫ്റ്റ് എന്താണെന്നുള്ളത് നോക്കാം. പിന്നെ എനിക്ക് പോകുന്ന വഴി ഒരു ക്യാമറമാനെ കിട്ടി, ആ ആളെടുത്ത വീഡിയോസ് ആണ് ഇനി കാണാൻ പോകുന്നത്. ഗൈസ്, നമ്മൾ അങ്ങനെ കറുകച്ചാൽ എത്തിയിരിക്കുകയാണ്. ഈ കാണുന്ന വഴി ഉള്ളിലോട്ട് കയറുമ്പോഴാണ് നമ്മുടെ ഈ ഒരു പ്രൊഫഷണൽ കൊറിയർ സർവീസ് സെന്റർ ഉള്ളത്. ഇങ്ങനത്തെ സ്റ്റെയറുകളാണോ നിങ്ങളുടെയൊക്കെ ഇവിടെ നാട്ടിൽ ഈ കൊറിയർ സർവീസ് സെന്ററിലോട്ട് പോകുന്ന വഴിക്കുള്ളത്? ഇടി വെട്ടിയവന്റെ തല പാമ്പ് കടിച്ച അവസ്ഥയാണ്. ഞാനിവിടെ വന്നപ്പോ ഇത് പൂട്ടിക്കിടക്കാണ്. എനിക്ക് തോന്നി ഇന്ന് വർക്കിംഗ് അല്ലെന്ന് തോന്നുന്നു, സെക്കൻഡ് സാറ്റർഡേ അല്ലേ. എന്തായാലും നമുക്കൊന്ന് വിളിച്ചു നോക്കാം, അതോ കാത്തിരിക്കണം എന്താണെന്നുള്ളത് ഞാൻ ആലോചിക്കട്ടെ. എന്തായാലും നമ്മുടെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ കൊറിയർ സർവീസ് സെന്ററിലെ ചേച്ചി 45 മിനിറ്റ് വൈകി ഇതാ വന്നിരിക്കുകയാണ്. പൂട്ട് തുറക്കുവാണ്. അപ്പൊ ഈ പൂട്ട് തുറക്കുന്നതോട് ഞാനൊന്ന് ഹെൽപ്പ് ചെയ്തു ഷട്ടറൊക്കെ ഒന്ന് നോക്കാൻ. ആദ്യത്തെ സമ്മാനം ഞാൻ തന്നെയാണ്, ആദ്യത്തെ കൊറിയർ ഞാൻ തന്നെയാണ് മേടിക്കുന്നത്. ഒപ്പിട്ട് മേടിച്ചിട്ടുണ്ട്. ഇത് എന്താണെന്നൊരു ഐഡിയ കിട്ടുന്നില്ല. എന്താ അപ്പ ഇതിനകത്തുള്ളത്? ബുക്കാണോ? സംശയം ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമുക്ക് എന്തായാലും പോയി നോക്കാം. ഇപ്പോൾ അങ്ങനെ നമ്മള് ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് വീട്ടിൽ വന്നു. അങ്ങനെ നമ്മൾ ഫോൺ അമ്മച്ചി ഏൽപ്പിച്ച് അമ്മച്ചി ഇവിടെ നിന്നൊരു വീഡിയോ എടുത്തോന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അമ്മച്ചി എടുക്കുന്ന വീഡിയോ ആണ് ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മളിതൊന്ന് ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഇതിപ്പോ ഓപ്പൺ ചെയ്ത് കുറെ കവറുകൾ ഉണ്ടെന്ന് തോന്നുന്നു. ഇത് ഞാൻ നന്നായിട്ടൊന്ന് പൊട്ടിക്കട്ടെ. അങ്ങനെ പൊട്ടിച്ച് 3 കവറുകളോളം പൊട്ടിച്ച് ലാസ്റ്റ് വർണ്ണക്കടലാസിൽ നമ്മുടെ പ്രിയപ്പെട്ട എനിക്ക് ഫോട്ടോ എന്നതാണ് തോന്നുന്നത് ഗിഫ്റ്റ് ഇരിക്കാൻ. ഞാൻ എന്തായാലും ഓപ്പൺ ചെയ്ത് നേരെ നിങ്ങളെ കാണിക്കാൻ പോകട്ടോ. അപ്പൊ നിങ്ങൾ കണ്ടല്ലോ, ഇതായിരുന്നു ആ ഗിഫ്റ്റ്. നല്ല നേരം, ശരിക്കും നല്ല നേരമായിരുന്നു. എനിക്കിത് കാണുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറയുന്നുണ്ട്. അത് എനിക്ക് ഇവരോട് ജില്ലാ കലോത്സവത്തിൽ ഉണ്ടാവാൻ പറ്റിയിട്ടില്ല. അതുകൂടാതെ എനിക്ക് ഇവരൊന്നും സ്റ്റേറ്റ് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. അർഹത ഉണ്ടായിട്ടും ഇവർക്ക് സ്റ്റേറ്റൊന്നും പോകാൻ പറ്റിയിട്ടില്ല. പക്ഷേ എന്നിട്ട് ഓർത്തിരുന്ന് നമുക്ക് വേണ്ടി ഒരു നല്ല ദിവസം ഈ ഒരു സമ്മാനം അവർ തന്നല്ലോ. ഇടയ്ക്ക് അറിയാണ്ട് ഇമോഷണലായി പോകുന്നുണ്ട്. കാരണം അങ്ങനത്തെ സമ്മാനങ്ങളാണ് ഈ മത്സരം കഴിഞ്ഞ് ഇത്രയും നാൾ കഴിഞ്ഞിട്ടും ഇങ്ങനെയൊക്കെ സമ്മാനങ്ങൾ വരുമ്പോൾ എങ്ങനെ ഇമോഷണൽ ആവാതിരിക്കുന്നത്. അപ്പോൾ താങ്ക് യു കേട്ടോ, ഒത്തിരി നന്ദി. ഇതൊരുപാട് സ്നേഹത്തിൻ്റെ ഒരു സമ്മാനമാണ്. ആൻഡ് ഹാപ്പി വാലന്റൈൻസ് ഡേ എവരിവൺ. ഹാപ്പി ആയിട്ട് എല്ലാവരും ഇരിക്കുക, എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ. നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരെ എപ്പോഴും വിഷമിപ്പിക്കാതെ അവരെ കൂടുതൽ സന്തോഷമായിട്ട് വെക്കുക. എല്ലാവരും വ്ലോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബൈ.